കരിപ്പന്റെ കുറുമ്പി പെണ്ണ്. രചന ലച്ചൂട്ടി ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഡോക്ടറും പേഷ്യന്റും ഒരു മുറിയിൽ തന്നെ ഉണ്ടല്ലോ, അപ്പൊ ചികിത്സ എളുപ്പമായില്ലേ? ഫോൺ വിളിച്ചപ്പോൾ ചാരുവിന്റെ അസുഖകാര്യം പറയുന്നതിനിടക്കാണ് അർജുന്റെ തമാശ കൂട്ടത്തിലൊന്ന് പൊടിഞ്ഞത്. ഫോൺ വെക്ക് അർജു, ചാരു ഉണർന്നു തോന്നുന്നു. ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ചാരു ബെഡിൽ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. എഴുന്നേറ്റോ, ക്ഷീണുടി താൽപ്പം കൂടി കിടന്നോളൂ. സിദ്ധാർത്ഥ അവിടെ അരികിലേക്ക് നടന്നു. പനിയുടെ കാഠിന്യവും തലക്ക് കൂടി വരുന്ന ഭാരവും കൊണ്ട് മന്ദത തോന്നുന്നുണ്ടായിരുന്നു ചാരുവിന്. കണ്ണുകളിലെ പുകച്ചിലും ചൂടും കൊണ്ട് കണ്ണീർ കുമിഞ്ഞുകൂടുന്നു. പുറത്തേക്ക് ഒഴുകാതെ അവളത് പണിപ്പെട്ട് തടഞ്ഞു നിർത്തി. ഈ ടോണി കൂടി കഴിക്കുക, തനിക്കൂട്ട് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല, ഒരു കാറ്റ് വീശാൽ തന്നെ കൊഴിഞ്ഞ് താഴെ കിടക്കും. അവളൊന്നും മിണ്ടിയില്ല. തോറ്റ് ഇനി ഇയാളുടെ കാലടിയിൽ കിടക്കാനാവില്ല. അവൾ ദേഷ്യത്തോടെ കിടക്കവിട്ട് എണീക്കാൻ ഭാവിച്ചു. കാൽപാദം നിലത്തുറക്കുന്നില്ല. വേച്ച് വീഴാൻ പോയ അവൾ വീണ്ടും താങ്ങി നിർത്തി സിദ്ധാർത്ഥ്. ഇരുവിരലുകളും കീഴ്ത്താടിയിൽ കൂട്ടിപ്പിടിച്ച് ചുണ്ടുവിളത്തി നിർബന്ധിച്ച് മരുന്ന് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്രതീക്ഷിതമായതിനാൽ ചാരുവിനത് തടയാൻ കഴിഞ്ഞില്ല. ആ ദേഷ്യം അവൾ തീർത്ത് പകുതിയോളം മരുന്ന് സിദ്ധാർത്ഥിന്റെ മുഖത്തിലും കയ്യിലും തുപ്പിയൊഴിച്ചുകൊണ്ടായിരുന്നു. ചെറിയ ചിരിയോടെ അയാൾ അത് തൂവാല കൊണ്ട് തുടച്ചു. ഒരൗൺസെങ്കിലും അകത്തേക്ക് എത്തിയിട്ടുണ്ടാവും, എനിക്കത് മതി. കിതച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ നോക്കി വീണ്ടും നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു സിദ്ധു. പ്രിയതമ പോയി മുഖം കഴുകി ഫ്രഷായി പോയോ, എനിക്ക് വശിക്കുന്നു, നമുക്കൊന്നിച്ചിരുന്ന് കഴിക്കാം. കെട്ടി നിർത്തിയ കണ്ണീർ ധാരധാരയായി പുറത്തേക്ക് വമിക്കുന്ന അവൾ അറിഞ്ഞു. ആവശ്യതയോടെ ബാത്റൂമിലേക്ക് അവൾ നടക്കുമ്പോൾ സിദ്ധുവിന്റെ കണ്ണുകളിലും വേദന പടരുന്നുണ്ടായിരുന്നു. ചാരു, നിനക്ക് സുഖം യാത്ര ഇവിടെ വെച്ച് നിർത്താം, എന്തു പറയുന്നു? ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു സിദ്ധാർത്ഥിന്റെ ചോദ്യം. മറുപടി പറഞ്ഞില്ല. അല്ലെങ്കിലും അയാളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുന്ന ശീലം മറന്നിരിക്കുന്നു. ഒന്നോ രണ്ടോ വാക്കുകളിലൂടെ മാത്രം സംസാരത്തെ ഒതുക്കി 3-4 ദിവസങ്ങളായി താൻ എങ്ങനെ ജീവിക്കുന്നുവെന്നോർത്ത് ചാരുവിന് തന്നെ അത്ഭുതം തോന്നി. അവളിൽ നിന്ന് മറുപടിയൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ടാവാം അതിന് കാത്തിൽക്കാ സിദ്ധാർത്ഥ് ഫോണുമായി വെളിയിലേക്ക് പോകുന്ന ചാരു ശ്രദ്ധിച്ചു. 10 മിനിറ്റിനകം തിരികെ വന്നുകൊണ്ട് അയാൾ പറഞ്ഞു, അർജുൻ വിളിച്ച് പറയാൻ പോയതാ, ടിക്കറ്റ് റെഡിയാവാൻ എന്തായാലും ഇനിയും സമയം എടുക്കും. നിനക്ക് വയ്യാത്തോണ്ട് ബസ്സിലെ തിരിച്ചു പോകാൻ പറ്റുമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കാൻ പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല. ഇന്നു രാത്രി ഇവിടെ തന്നെ തങ്ങാം. ഒരു ദിവസത്തേക്കല്ലേ പറഞ്ഞിരുന്നത്. ഞാനൊന്ന് റിസപ്ഷനിൽ പറഞ്ഞിട്ട് വരാം. ശരം കണക്കിയ സിദ്ധാർത്ഥ് വാതിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ചാരു നിർവികാരിയായിരുന്നു. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ലെന്ന് അവൾക്ക് തോന്നിപ്പോയി. തന്നെ ബാധിക്കുന്ന കേവലം സ്വാധീനത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ്. നേരെ ചോദിച്ചാൽ സിദ്ധാർത്ഥ പറയുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയും അതറിഞ്ഞുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് അകലണം എനിക്ക്. ചാരുലത മനസ്സിലുറപ്പിച്ചു. വൈകിട്ട് ഇവിടെ ഒരു DJ പാർട്ടി ഉണ്ട്. ഇത്രയിടം വരെ വന്നിട്ട് നമുക്ക് നേരെ ചൊവ്വ വിചാരിച്ചിടത്തോളൊന്നും പോകാൻ പോലും കഴിഞ്ഞില്ലല്ലോ. നമുക്ക് ഇതിലൊന്ന് പോയി നോക്കിയാലോ? സിദ്ധാർത്ഥിന്റെ സംസാരം ചാരുലതയെ ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു. താല്പര്യമില്ല, ആൾ ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തി. ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചു. നീ ഏതായാലും മുറിയിൽ ഒറ്റയ്ക്കിരിക്കണ്ട. അടുത്തു മുറിച്ച് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് പോകാൻ ഭാവിച്ചപ്പോഴേക്കും ചാരുവിന്റെ ക്ഷമ കിട്ടിയിരുന്നു. നിങ്ങൾ എന്റെ ആരാധന, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഞാനും പോകണം. നിങ്ങൾ പറയുന്നെല്ലാം പാവയെ പോലെ അനുസരിക്കണം. എന്നോട് ഇത്രയും ദ്രോഹം ചെയ്തിട്ടും ചതിച്ചെന്നെ നേടിയിട്ടും ഞാൻ നിശബ്ദയായിരിക്കുന്ന എന്റെ ദൗർബല്യാണെന്ന് വിചാരിക്കരുത്. എന്റെ സ്വാധീനിച്ച് എവിടെയാണ് നിങ്ങളുടെ വായിൽ നിന്ന് എന്നെ അറിയുന്നവരെ മാത്രമേ ഉള്ളൂ ഈ ഭാര്യാഭർത്തൃ നാടകം. അവളെ കുറിച്ചൊന്ന് അറിഞ്ഞാ ഈ വേഷം ഞാൻ അഴിക്കും. കളമൊഴിഞ്ഞ തട്ടിലെ ഒറ്റയാൾ കഥാപാത്രമായി പിന്നെ നിങ്ങൾക്ക് കെട്ടിയാടാം. അടക്കി പിടിച്ച കോപത്തിന് 100 കണക്കിന് തീപ്പൊരി ചാർത്തി ചാരുലത സിദ്ധാർത്ഥിന്റെ നേർക്ക് പൊട്ടിത്തെറിച്ചു. അവളെവിടെയാണ്, എന്തെങ്കിലും ആപത്ത് പിണഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ അറിയാതെ നെഞ്ചുനേറി പിടയുമ്പോഴാണ് സിദ്ധു നിങ്ങളെന്നോട് ആഘോഷിക്കാൻ പറയുന്നത്. നീ എന്താ പറഞ്ഞാര്? അവിശ്വസനീയതയോടെ അയാൾ അവളെ നോക്കി. അവൾ സംശയത്തോടെ അയാളെയും. നീ എന്നെന്താ വിളിച്ചെന്നറിയോ ചാരു? സിദ്ധു. എത്ര നാളായി നീ അങ്ങനെയൊന്നും എന്നെ വിളിച്ചിട്ടെന്നറിയോ? ചാരുവിന് പുച്ഛം തോന്നിപ്പോയി സ്വയം. ഇത്രയൊക്കെ ഹൃദയം പൊട്ടി പറഞ്ഞിട്ടും ഒരു പേര് വിളിച്ചില്ല അയാൾ ആനന്ദം കണ്ടെത്തുന്നു. മധുരം വാക്കിൽ ചാലിച്ച് ഇനിയും ഓരോന്ന് പറയാൻ മണ്ടിയാക്കാൻ നോക്കേണ്ട സിദ്ധു. എന്നെ സ്വാധീനിച്ച് എവിടെയെന്ന് പറയും. എത്രയും പെട്ടെന്ന് പോകണം എനിക്ക് നിങ്ങളുടെ നശിച്ച ജീവിതത്തിൽ നിന്ന്. തിളച്ചു പൊന്തിയ ദേഷ്യം കണ്ണിൽ കൂടി ഒഴുകാതിരിക്കാൻ അവൾ സ്വയം കടിച്ചമർത്തി. തനികരിയിലേക്ക് സിദ്ധാർത്ഥം നടന്നെടുക്കുമ്പോഴേക്കും സ്വയം പതറിപ്പോകുന്ന അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അപ്പൊ സ്വാതി എവിടെയാണെന്നറിഞ്ഞ ചാരുവിനെ വിട്ടിട്ട് പോകുമല്ലേ? തീക്ഷ്ണത മുറ്റുന്ന കണ്ണുകളെ അയാൾ അവളുടെ കണ്ണുകളിൽ കോർത്തെടുക്കുന്നുണ്ടായിരുന്നു. ഉറപ്പായും പോവും. അതുവരെ മാത്രമേ കാണുള്ളൂ എന്റെ കഴുത്തിൽ നിങ്ങൾ കിട്ടിയ താലിച്ചരട്. അതേ തീക്ഷ്ണത മിഴികളിൽ ആ വായിച്ചുകൊണ്ട് ചാരു തുറന്നടിച്ചു. അത് നീ അറിഞ്ഞില്ലെങ്കിലോ, ഈ താലിച്ചരട് ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ കാണില്ലേ? നീ എന്റെ കൂടെയും. പിടക്കുന്ന ഹൃദയത്തോടെ ചാരു അയാളെ നോക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ മുറിവിട്ട് പോയിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? ഡോക്ടർ അഞ്ജലിയുടെ ചോദ്യം ചാരുവിനെ മൗനത്തിലാക്കി. മിസ് ചാരുലത, തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല ഞാൻ. ആദ്യത്തെ ഒരു ആവേശത്തിന് ഇങ്ങനെയൊക്കെ തോന്നും. തനിക്ക് ഒട്ടും നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തൻ്റെ നെറ്റിയിലെ മായാത്ത സിന്ദൂരവും കഴുത്തിലെ താലിയും അതിനുള്ള തെളിവെനിക്ക് തരുന്നുണ്ട്. ഒന്നുകൂടി ശരിക്കൊന്ന് ആലോചിക്കൂ കൂട്ടി. ആലോചിക്കാനൊന്നുമില്ല ഡോക്ടർ, ഞാൻ ഈ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം മാത്രമല്ല, ഇനി ഒരിക്കലും. ഈ ജീവൻ ഓരോ ദിവസവും എൻ്റെ ഉള്ളിൽ തുടിക്കുമ്പോഴും മറക്കാൻ ശ്രമിക്കുന്ന അയാളുടെ മുഖം തിരയടിക്കുന്ന ശക്തിയോടെ എൻ്റെ ഹൃദയത്തിൽ നൊമ്പരത്തിൻ്റെ മഴത്തരികൾ കുത്തിയിറക്കി ഉൾവലിയുന്ന പോലെ ഇനി ഈ ഭാര്യൻ്റെ ഉദരത്തിലും വേണ്ട, മനസ്സിലും. ഉറച്ച ശബ്ദത്തോടെ ഒരക്ഷരങ്ങൾ ഉതിർക്കുമ്പോഴും അവളുടെ കണ്ണുകൾ സജ്ജലങ്ങളായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മഹിമയുടെ ഫോൺ വന്ന്.
ചാരു നീ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മഹി. വേഗം വീട്ടിലേക്ക് പോര്. രാശിമയിലെ കൂടെ ഉണ്ട്. ആ സ്പെയർ കീ വെച്ച് ഞാൻ വാതിൽ തുറന്ന് കയറി നിന്നെ കാത്തിരിക്കാം. ഒരു അത്യാവശ്യകാര്യം സംസാരിക്കാനുണ്ട്. എന്താ മഹി? നേരിട്ട് പറയാം. ഇനിയിപ്പോൾ ബസ്സിലൊന്നും കയറാൻ നിൽക്കണ്ട കേട്ടോ. ഓട്ടോ പിടിച്ച് വന്നേക്ക്. ഫോൺ വെച്ച് രാശിയമ്മയുടെ ചോദ്യം ഉണ്ടായി. മഹിമോളാണോ വിളിച്ച്? അതെ, അവൾ വീട്ടിലുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ ഓട്ടോ കൈ കാണിക്കൂ രാശിയമ്മേ. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവിടെ അക്ഷമയായി മഹിമ ഇരിപ്പുണ്ടായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു ചാരു? വന്നപാടെ അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് മഹിമ ആരാഞ്ഞു. ചാരുവിന്റെ മുഖം താഴ്ന്നു. ഇപ്പോഴും നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല അല്ലേ? അവൾ വേദനയോടെ മന്ദസിച്ചുകൊണ്ട് വിഷയം മാറ്റാനുള്ള ശ്രമം നടത്തി. നീ എന്തോ അത്യാവശ്യകാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് നീ ആദ്യോടെ വന്നിരിക്കേ. ചാരുവിനെ സോഫയിലേക്ക് പിടിച്ചിരുത്തി അവൾ. 1.5 മാസമായിട്ട് നിന്റെ ഇവിടുത്തെ സൗരവിഹാരത്തിന് തടസ്സം വരാൻ പോകുന്നു. അതാണ് കാര്യം. എന്ത്? നീ ഇതെന്തൊക്കെയാ മഹി പറയുന്നേ? അതേടി, അച്ഛനറിയാതെയല്ലേ നിനക്ക് ഒളിത്താവളം ഞാൻ ഒരുക്കിയത്. ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ റെക്കമെൻഡേഷനാണ്. സിറ്റി ഹോസ്പിറ്റലിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ഡോക്ടറിന്റെ താമസ സൗകര്യത്തിന് വേണ്ടിയാ. റെന്റിന് കൊടുക്കാനാണെങ്കിലും അയാൾ ഇത് വിലക്ക് മേടിക്കുന്നെന്ന് അറിഞ്ഞ് ഇനി എന്താ ചെയ്യാമായി? ചാരു അപ്രാളത്തോടെ ചോദിച്ചു. അറിയില്ല, ആള് നാളെ രാവിലെ മറ്റൊരിടത്തേക്ക് താമസത്തിനെത്തുന്ന അറിവ്. നിന്റെ കാര്യം ഇനി അച്ഛനോട് പറയാത്ത എളുപ്പമല്ല. മറച്ചു വെച്ചതിന് എനിക്കാവും കുറ്റം. എന്നെ കാരണം നിനക്കും പ്രയാസങ്ങളായി തുടങ്ങിയല്ലേ മഹി? ഒഴുകാനൊരുങ്ങിയ കണ്ണീർ അവിടെ കവിൾത്തടം നനച്ചു. എന്താ ചാരു ഇത്? അങ്ങനെ ഞാൻ പറഞ്ഞു. ഞാൻ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകായിരുന്നു നിന്നെ. പക്ഷെ അറിയാലോ, അമ്മ ഒരു പ്രത്യേക സ്വഭാവം. എൻ്റെ അമ്മയിൽ നിനക്കൊരു മോശം പെരുമാറ്റം ഉണ്ടാകുന്നത് എനിക്കും ക്ഷീണം. വരട്ടെ, നോക്കാം. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? ആ ഡോക്ടറുടെ അറിവോടെ അല്ലാതെ നിന്നോട് താമസിപ്പിക്കാൻ കഴിയില്ല. അയാൾ അറിയാതെ ഒളിച്ചൊരു വീട്ടിൽ കഴിയാനും പ്രയാസമാണ്. നമുക്കൊന്ന് അയാളോട് സംസാരിച്ച് നോക്കിയല്ലോ ചാരു. അത് ശരിയാവുമോ? നോക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. പകുതി റെന്റോ മറ്റോ കൊടുക്കേണ്ടി വന്നാൽ നമുക്ക് കൊടുക്കാം. കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള അയാളാണെങ്കിൽ നിന്റെ അവസ്ഥ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും. എൻ്റെ അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല മഹി. ഒരുപക്ഷെ നിനക്ക് പോലും. ചാരുലത സ്വയം പറഞ്ഞു. പതിഞ്ഞ ശബ്ദത്തിലെങ്കിൽ പോലും മഹിമയത് കേൾക്കുന്നുണ്ടായിരുന്നു. മനസ്സുറക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ ചാരു അത് അറിയുന്നേ? ഇപ്പോഴും ഈ കുഞ്ഞിന്റെ രഹസ്യം പോലും നീ എന്നോട് മറച്ചു പിടിച്ചിരിക്കല്ലേ മഹി? അത് ചാരുവിന് വല്ലായ്മ തോന്നി. സാരില്ല, നിന്റെ മനസ്സ് സ്വസ്ഥാവണവരെ ഞാനത് കേൾക്കാൻ കാത്തിരിക്കും. എന്തിനാണ് നിന്റെ വീട്ടുകാരെ വിട്ടുപോകുന്നതെന്നറിയാൻ, എന്തിനാ സിദ്ധാർത്ഥിനെ ഉപേക്ഷിച്ചെന്നറിയാൻ. എല്ലാം നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്നോട് പറയുന്ന ദിവസം വരും അല്ലേ ചാരു? ചാരു ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. ട്രീറ്റ്മെന്റിന്റെ ആദ്യത്തെ ദിവസമാണിന്ന്. കൂടുതൽ വ്യക്തമായിട്ടല്ലെങ്കിലും ഡോക്ടർ അഞ്ജലിയോട് തന്റെ അവസ്ഥയെപ്പറ്റി ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉള്ളിലൊരാന്തൽ തന്റെ ജീവനിൽ പറ്റിപ്പിടിച്ച ഒരു അംശത്തിനെ പറിച്ചെറിയുകയാണ്. ഏറ്റവും വെറുക്കുന്ന ഒരാളുടെ ആണെങ്കിൽ പോലും അത് തന്റെ കുഞ്ഞല്ലേ? അല്ല. പെട്ടെന്ന് ചാരു സ്വയം തിരുത്തി. ആഗ്രഹിക്കാതെ വന്നു ചേർന്ന ഒന്നാണ് തന്റെ വെറുപ്പിലൂടെ പിറവി കൊണ്ടത്. ചിലപ്പോൾ പിറക്കുന്ന അയാളെപ്പോലെ സന്തതിയാണെങ്കിൽ വേണ്ട, ദേഹം പൂർണ്ണമാകും മുമ്പേ അത് അലിഞ്ഞില്ലാതെയാവട്ടെ. ചാരു നിറഞ്ഞ കണ്ണുകൾ അടച്ച് കുറച്ചു നേരം പൂജാമുറിയിലിരുന്ന്. ചെയ്യുന്ന തെറ്റാണ്, ഒരിക്കലും പൊറുക്കാനാവാത്തത്, ഒരമ്മയും ചെയ്തു കൂടാത്തതാണ്. പക്ഷെ വേറെ മാർഗമില്ലാതായിപ്പോയി. ക്ഷമിക്കരുത് ഈ അപരാധിയോടൊരിക്കലും. പറ്റുമെങ്കിൽ എൻ്റെ കുഞ്ഞിനോടൊപ്പം തന്നെ എന്നെയും. തികട്ടി വന്ന കരച്ചിൽ പിടിച്ചു നിർത്താതെ ഒഴുക്കിക്കളഞ്ഞവൾ ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിലൂടെ ഇടറിയ കാൽവെപ്പുകളോടെ നടക്കുമ്പോഴും അവൾ ചുറ്റും നോക്കി. എന്തോ കള്ളത്തരം ചെയ്യുന്ന കുറ്റബോധത്തോടെ ആരിൽ നിന്നൊക്കെ ഓടി ഒളിക്കുന്ന പോലെ അവളുടെ കണ്ണുകൾ അവൾക്ക് തന്നെ ചുറ്റും പരതി നടന്നു. മോളെ, രാശിയമ്മ വിളിക്കുകയാണ്. ടോക്കൺ 14. ഇന്ന് നല്ല തിരക്കുണ്ട്. മോൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ രാശിയമ്മ ക്യാൻറ്റീനിൽ പോയി വല്ലതും വാങ്ങി വരാം. വേണ്ട രാശിയമ്മേ, ക്യാൻറ്റീൻ മോളിലാ. നടക്കാൻ വയ്യാതെ രാശിയമ്മ നീ പടിയൊന്നും കയറണ്ട. നീ ഇവിടെ ഇരിക്കും മോളെ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാം. നേരെ ഒന്ന് സംസാരിക്കാൻ പോലും ത്രാണിയില്ല. ഇന്ന് രാവിലെ കഴിച്ചവൻ ഛർദ്ദിച്ച് കളഞ്ഞില്ലേ? നിവർന്ന് നിൽക്കാൻ കെൽപ്പ് വേണ്ടേ? മോള് മറുത്തൊന്നും പറയണ്ട. ചാരുവിന്റെ എതിർപ്പ് വകവെക്കാതെ തന്നെ രാച്ചിയമ്മ പടികൾ കയറി. തർക്കിച്ച് ജയിക്കാൻ കഴിയില്ല അവരെ. തളർന്ന പുഞ്ചിരിയോടെ ചാരു ബെഞ്ചിലേക്ക് ചാരിയിരുന്നു. തന്നെ മറികടന്ന് ആരോ പോയതുപോലെ പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്നു. ടോക്കൺ നമ്പർ മുറക്ക് വിളിക്കുന്നുണ്ട്. അല്പമൊന്ന് ചാരിയിരുന്നാൽ തന്നെ ഈടെയായി കണ്ണുകളടയാൻ തുടങ്ങിയിരിക്കുന്നു. വിങ്ങിയ കൺപോളകൾ ബലപ്പെട്ട് തുറന്നുകൊണ്ട് അവൾ നോക്കി. എത്ര വരെയായി? ഉടുത്തിരിക്കുന്ന വയറുകൾ പുന്തിയ സ്ത്രീയോടായി തിരക്കി 12 അകത്തേക്ക് വിളിച്ചു. അടുത്ത് ഞാനാ. എത്ര കുട്ടിയുടെ നമ്പര്? 14. എത്ര മാസമായി? പെട്ടെന്ന് അവരുടെ ചോദ്യം കേട്ടൊന്ന് പകച്ചു. ചെക്കപ്പിന് വന്നിരിക്കുന്നവരാണ് അധികവും. അതിനിടയിലേക്കാണ് താൻ. ഒരു തിരിഞ്ഞൊന്നിനെ നശിപ്പിക്കാനുള്ള ദൗത്യം. ഇവരോരോരുത്തരും തന്റെ പുതിയ നാമ്പിനെ ജീവനോട് അടർത്തിയെടുക്കുമെന്ന പ്രതീക്ഷ അർപ്പിച്ച് വന്നിരിക്കുന്ന അതേ ഡോക്ടറെ തന്നെ ഏൽപ്പിക്കാൻ. അവൾ അറിയാതെ തന്നെ നീണ്ട വിരലുകൾ വയറിനുമേൽ സ്ഥാനം പിടിച്ചു. മറുപടി പറയുന്നതിന് മുമ്പായി തന്നെ ആ സ്ത്രീ അകത്തേക്ക് കടന്നിരുന്നു. അല്പസമയം കഴിഞ്ഞ് നഴ്സ് വന്ന് ചാരുലതയുടെ ടോക്കൺ നമ്പർ വിളിച്ചു. ആഗ്രഹമില്ലാഞ്ഞിട്ട് പോലും വെറുതെയെങ്കിലും കൈകൾ വയറിന് മുകളിൽ വെച്ച് ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുന്ന പോലെ നടക്കാൻ അവൾ വെറുതെ കൊതിച്ചു. അധികം വീർത്തതല്ലെങ്കിലും ഒതുങ്ങിയ ദേഹവടിവിനൊരു ഒടി വീഴ്ത്തിയ വയറിനുമേൽ മെല്ലെ കൈവച്ച് അവൾ അകത്തേക്ക് നടന്നു. പുഞ്ചിരിയോടെ തന്നെ ഡോക്ടർ അഞ്ജലി അവളെ സ്വീകരിച്ചു. ഇരിക്കൂ ചാരുലത. അവൾ മെല്ലെ കസേരയിൽ അമർന്നിരുന്നു. എന്തായി തന്റെ ഡിസിഷൻ? തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം? അവൾ മുഖം കുനിച്ചു.
മിസ് ചാരുലത, എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയെന്ന് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇന്നലെ ഒരിക്കൽ കൂടി തന്നെ ഞാൻ ഫോൺ ചെയ്ത്. ഇന്നലെ രാത്രിയിലെ ഫോൺ സംഭാഷണം ചാരു ഓർത്തു. ഡോക്ടർ ഒന്നുകൂടി വിളിച്ച് ഉറപ്പുവരുത്തണമായിരുന്നു തനിക്ക്. പക്ഷേ ഇവിടെ നിന്നും ഈ ഒരു തീരുമാനത്തിലെ എതിർപ്പുകൾ മാത്രം. ഡോക്ടർ, ഇനി ഈ തീരുമാനത്തിലൊരു പുനഃപരിശോധന ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു തീരുമാനത്തിലൂടെ പല ഓർമ്മകളിൽ നിന്നും മുക്തയാവാൻ ശ്രമിക്കുകയാണ് ഞാനിപ്പോൾ. ദൃഢതയുള്ള സ്വരം ഡോക്ടർ അഞ്ജലിയുടെ ചെവിയിൽ മുഴങ്ങി. ശരി, ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഡോക്ടർ എന്ന പദവി ഞാൻ ഏറ്റെടുത്ത് ഒരുപാട് ജീവന്റെ രക്ഷയെ സ്വപ്നം കണ്ടാണ്. പക്ഷേ തൻ്റെ അവസ്ഥ ഇങ്ങനെയൊന്നിൽ എത്തിച്ചേരാനുള്ള കാരണം ഒക്കെയും ഒറ്റയടിക്കൊരു സംഭാഷണത്തിലൂടെ തനിക്ക് എന്നോട് പങ്കുവെക്കാനും കഴിയുന്നില്ല. ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് തൻ്റെ സ്ഥാനത്തെങ്കിൽ എനിക്ക് ഈ അവസ്ഥയെക്കുറിച്ച് ഊഹിക്കാൻ കഴിയും. പക്ഷേ താനൊരു വിവാഹിതയായ പെൺകുട്ടി, ഗർഭിണിയാകുന്നതും സാധാരണ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ? നേരത്തെ ആയിപ്പോയി എന്നൊരു തോന്നലാണോ? പ്ലീസ് ഡോക്ടർ, കൂടുതൽ എന്നോട് ചോദിക്കരുത്. എന്നെ സഹായിക്കാൻ ഡോക്ടർക്ക് മാത്രമേ കഴിയുള്ളൂ. പറ്റില്ലെന്ന് മാത്രം പറയരുത്. ചാരു കൈകൾ രണ്ടും കൂപ്പി പറയുമെന്ന സ്ഥിതിയായി. ഡോക്ടർ അഞ്ജലി അവളെ സഹതാപപൂർവ്വം വീക്ഷിച്ചു. നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി. ഇത്ര ചെറുപ്രായത്തിൽ എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? ശരി, തന്നെ ഞാൻ സഹായിക്കാം, പക്ഷേ ഒരു ഉപേക്ഷയുടെ പുറത്ത്. എന്താണെന്ന മട്ടിൽ ചാരു നോക്കി. ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ സമ്മതമാണെന്നുള്ള കുഞ്ഞിന്റെ അവകാശിയുടെ സമ്മതം എനിക്കറിയണം. എനിക്ക് സമ്മതമാണ് ഡോക്ടർ. കുഞ്ഞിന്റെ അവകാശി താൻ മാത്രമല്ലല്ലോ ചാരുലത. ഞാൻ ഉദ്ദേശിച്ച ഈ കുഞ്ഞിന്റെ അച്ഛനെയാണ്. അങ്ങനെ ഒരാളുടെ അറിവോടെയാണ് ഇതെന്ന് എനിക്ക് ഉറപ്പുവരുത്തണ്ടേ ഡോക്ടർ? അത് ചാരു വിറയാർന്ന ശബ്ദത്തിൽ അവരെ വിളിച്ചു. ടേബിൾ മുമ്പിൽ നിന്ന് ഫോൺ ശബ്ദിച്ച അപ്പോഴായിരുന്നു. യെസ് മാം. ഫോണിൽ അവർ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ചാരി ഇരുന്നു. ഇവർ കൂടി കൈവിട്ടാൽ എന്താണ് ചെയ്യുക അറിയില്ല. പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു അഴിച്ചുമാറ്റൽ അത്യാവശ്യമാണ് തനിക്ക്. എന്തു വന്നാലും എങ്ങനെയും അത് തനിക്ക് സാധിച്ചെടുത്തേ പറ്റുകയുള്ളൂ. റിസീവർ തിരികെ വെച്ചുകൊണ്ട് അവർ വീണ്ടും ചാരുലതയെ നോക്കി മന്ദഹസിച്ചു. ചാരുലതയുടെ ഇഷ്ടപ്രകാരം തന്നെ എല്ലാം നടക്കും. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. ഇപ്പം ഞാനല്പം തിരക്കില്ല. പുതിയ ഡോക്ടർ ചാർജ് എടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ സെറിമണി പോലെ ഒന്ന് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിന് അറ്റൻഡ് ചെയ്യണം. താൻ 2 ദിവസം കഴിഞ്ഞ് വരും. ഡോക്ടറുടെ മുറിയിൽ നടക്കുമ്പോഴും ചാരുവിന്റെ പകുതി പ്രതീക്ഷയും നഷ്ടമായിരുന്നു. താൻ പറഞ്ഞൊന്നും ഡോക്ടർ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ലെന്ന് ചാരുവിന് മനസ്സിലായി. പൂർണ്ണമായും തനിക്കൊന്നും പറയാനും കഴിയില്ലല്ലോ. ഇതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. ദീർഘനിശ്വാസത്തോടെ ചാരു പുറത്തേക്ക് നടന്നപ്പോഴായിരുന്നു രാജിയമ്മയെ കണ്ടില്ലല്ലോ എന്ന് ഓർമ്മിച്ചത്. ഡോക്ടറെ കാണാൻ കയറുന്നതിന് മുമ്പേ ക്യാൻറ്റീനിലേക്ക് കയറിയതാണ്. ചാരു വീണ്ടും ഹോസ്പിറ്റലിനകത്തേക്ക് കയറാൻ തുടങ്ങിയവയായിരുന്നു തട്ടിയില്ലെന്നൊരു ഗതിയിൽ പുറകിലായി ഒരു കാറ് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത്. ഒരല്പം ഒന്ന് ഒഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ കൃത്യം ദേഹത്ത് വന്ന് ഇടിച്ചേനെ. ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയ ചാരുലത ഡോറ് തുറന്നിറങ്ങുന്ന ആളെ കണ്ട് സ്തംഭിച്ച് നിന്നുപോയി. സിധു? ഡോക്ടർ അഞ്ജലി വേറെ കുറച്ച് ഡോക്ടേഴ്സ് ഹസ്തദാനം നൽകി അയാൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. സിധു ആണ് ഇവിടെ പുതുതായിട്ട് ഇൻചാർജ് എടുക്കുന്നത്? കൈകാൽ തളർന്ന പോലെ അവൾ തൂണിന്റെ മറവിലായി അള്ളിപ്പിടിച്ച് നിന്നു. തന്നെ കണ്ടു കാണുമോ? എവിടേക്കെങ്കിലും ഒന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി പോയിരുന്നു അവൾ. പുതുതായി ജോയിൻ ചെയ്ത ഡോക്ടർ സിദ്ധു ആണെങ്കിൽ മഹി പറഞ്ഞത് ഇയാളെ കുറിച്ച് തന്നെ ആയിരിക്കില്ലേ? വീണു പോവാതിരിക്കാൻ ശ്രമിക്കും തോറും ചാരുവിന്റെ കാലുകൾ നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.